ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം കൂടുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളും മറ്റുമായിട്ടാണ് ഇത്തവണത്തെ ആനെഴുന്നള്ളിപ്പും മറ്റും നടത്തിയത്. മുൻ വർഷങ്ങളിൽ ശീവേലിക്ക് 15 ആനകളാണ് അണിനിരന്നിരുന്നത്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആനക്കെട്ടിലാണ് അന്ന് ആനകളെ നിർത്തിയിരുന്നത്. ഏതാണ്ട് 23 മീറ്റർ വീതിയുള്ള ഈ ആനക്കൊട്ടിലിൽ ഹൈക്കോടതിയുടെ മാർഗരേഖ പാലിക്കുകയാണെങ്കിൽ പരമാവധി 4 ആനകൾക്ക് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ വടക്കേ മതിൽക്കെട്ട് വരെ ആനകളെ എഴുന്നള്ളിക്കാമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് കൊട്ടിലിൽ 2 വരെയായി നിർത്തി ദൂരപരിധി പാലിച്ചാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. ഇത്തരത്തിൽ എഴുന്നള്ളിപ്പ് ഉത്സവത്തിൻ്റെ മാറ്റ് കുറച്ചുവെന്നാണ് ഭക്തരുടെ അഭിപ്രായം. എന്തായാലും മുൻ വർഷത്തെ വൃശ്ചികോത്സവത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നമുക്ക് പൂർണ്ണമായി തന്നെ വൃശ്ചികോത്സവത്തിൽ ആനകളെ അണിനിർത്തിയിരിക്കുന്നതെല്ലാം ഭംഗിയായി കാണാൻ സാധിക്കും. ഡിസംബർ 6-ന് ആറാട്ടോടുകൂടിയാണ് ഈ ഉത്സവം അവസാനിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അവസാന ദിവസമാണ്. സമയക്കുറവ് മൂലം ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വരാൻ സാധിച്ചില്ല. കൂടാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അല്പം താമസിച്ചു. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ആചാരത്തിൻ്റെയും എല്ലാം ഭാഗമാണ് ഉത്സവങ്ങളും ആനയെഴുന്നള്ളിപ്പും ചെണ്ടമേളങ്ങളും ഇലത്താളവും കൂടാതെ നൂറുകണക്കിനുള്ള ക്ഷേത്രകലകളും. ഇന്ന് ലോകത്തുള്ള ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്തത്ര മനോഹരമാണ് ഇവയെല്ലാം. അത് നമ്മുടെ നാടിൻ്റെ മാത്രം ആഘോഷങ്ങളാണ്. അതിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടാതെ നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ് നാം ചെയ്യേണ്ടത്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. സന്താന ഗോപാല മൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം 1921 വന്ന ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോവുകയും പിന്നീട് പുനരുദ്ധരിക്കുകയുമായിരുന്നു. അങ്ങനെ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുന്നതിനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിലാണ് തിരുവോണം നാളിൽ ആറാട്ടായി 8 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 3 കുടിയേറ്റ ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവയിൽ ഇപ്പോൾ നടക്കുന്ന ഈ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റു 2 ഉത്സവങ്ങളും പിൽക്കാലത്ത് തുടങ്ങിയവയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ AD 947 പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. 2ാം ചേര സാമ്രാജ്യകാലത്തെ ചക്രവർത്തി കോദരവിയുടെ ശിലാശാസനത്തിലാണ് ഇത് പറയുന്നത്. പടിഞ്ഞാറേ ഗോപുരം കൊല്ലവർഷം 952 ശ്രീകോവിലും മണ്ഡപവും 1000 ആണ്ടിലും വിളക്കുമാടങ്ങൾ 1008 1015 കിഴക്കേ ഗോപുരവും നടപ്പുരയും 1024 പണിതീർത്തത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താന ഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥ. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി. തൻ്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പദിവസം തനിക്കൊപ്പം താമസിക്കാൻ അനുവദിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മൃതദേഹവും കൊണ്ടുവരികയും തൻ്റെ 9ാമത്തെ കുട്ടിയാണിതെന്നും മുമ്പുണ്ടായിരുന്ന 8 പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണെന്നും ഉണ്ടായതെന്നും പറഞ്ഞു. ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനൻ്റെ ആവശ്യം അംഗീകരിക്കുകയും 10ാമത്തെ കുട്ടി മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയാവുകയും അർജുനൻ തൻ്റെ കുട്ടിയെ സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തൻ്റെ ഭാര്യയും കുട്ടിയും സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു. അതിനനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറുകയും അവസാനം ബ്രാഹ്മണ പത്നി പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണയും കുട്ടി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ ഓടിച്ചുവിടുകയും ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അദ്ദേഹം തയ്യാറായപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു. അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയും തൻ്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്നും 10 കുട്ടികളെ മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ച് ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അവർക്ക് മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹവും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സന്താന ഗോപാല ബ്രാഹ്മണൻ്റെ കുടുംബമാണ് ഇന്നറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ പുലിയന്നൂർ മന.
അപ്പോൾ എല്ലാവർക്കും 2024 തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിലോട്ടാ
സുഹൃത്തുക്കളെ, മഴ പെയ്തു. ബെഡ്ഷീറ്റുകൾ, തേൻ ഉൽപ്പന്നങ്ങൾ, പ്രകൃതി ചികിത്സ, പാരമ്പര്യ വൈദ്യമരുന്ന് എന്നിവ ഒരു കുടക്കീഴിൽ ആനകൾ ആറാട്ടിന് പോകുന്നതാണിത്. ഈ ആറാട്ടോടു കൂടിയാണ് വൃശ്ചികോത്സവം അവസാനിക്കുന്നത്.